ഇനി ഒരു ചോദ്യം ഒരു ഉത്തരം മാത്രമേ ബാക്കിയുള്ളൂ. അതോടുകൂടി പരിപാടി അവസാനിപ്പിക്കും. അൽഹംദുലില്ലാഹ്, ഇതുവരെയും ഇതുവരെയും തബഈയത്തിന് മുവല്ലി വേണം, തബഈയത്ത് കൊണ്ട് കാളിയായടത്ത് മുവല്ലി വേണമെന്ന് തെളിയിക്കാൻ ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് വളരെ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല, കഴിയുകയുമില്ല, യാതൊരു സംശയവുമില്ല. പിന്നെ ആകെ കാണിച്ച ഒരു കത്ത തൊഴിൽ നിഹായൊക്കെ വിട്ടു. തിരൂരങ്ങാടി കമ്മിറ്റിയുടെ ഒരു കത്ത് മാത്രമാണ് വായിച്ചത്. ആ കത്ത് സിഹത്തിന് വേണ്ടിയല്ല കൂട്ടരെ. ഇമാം മാവർദി പറഞ്ഞു ഇശാഅത്ത് സുന്നത്താണ്, അതിനു വേണ്ടി വന്നതാണ്. പഠിക്കണം, നിങ്ങൾ ആ മസല പഠിക്കണം. പിന്നെ അജ്മിബത്തിന്റെ ഇബാറത്ത് കേട്ടോളൂ, സൈനുദ്ദീൻ മഖ്ദൂമിന്റെ കിതാബാണ്, കേട്ടോളൂ. ലിഅന്നഹു ലൈസ ഇലൈഹിം തൗലിയത്തുൻ വലാ അസ്ലുൻ. അഹ്ലുൽ വൽ അഖദിന് അധികാരമില്ല, തൗലിയത്തിനും അധികാരമില്ല, അസ്ലിനും അധികാരമില്ല. ബലി തൗലിയത്ത് വൽ അസ്ലു ഇലാ സാഹിബി ഷൗക. സാഹിബു ഷൗകയിലാണ് തൗലിയത്തുള്ളത്, അധികാരമുള്ളത്. അജ്മിബത്തിന്റെ ഇബാറത്താണ്, പഠിച്ചോളൂ നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒന്നിനും മറുപടി പറഞ്ഞിട്ടില്ല. കാളികണ്ഠം മഹലിൽ തൗലിയത്ത് കൊണ്ടാണ് അവിടെ നിയമനമുണ്ടായത് എന്ന് തെളിയിക്കാൻ മുഹമ്മദ് ആജി പോയ കഥയാണ് നിങ്ങൾ പറഞ്ഞത്. മുഹമ്മദ് ആജിയെ അഹ്ലുൽ വല്ലഖദ് നിയമിച്ച കഥ നിങ്ങൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതൊരിക്കലും രേഖയല്ല. നിങ്ങൾ തബഈയത്തിന്റെ അവിടെ തബഈയത്ത് കൊണ്ട് കാളിയാകുന്നിടത്ത് തൗലിയത്ത് വേണമെന്നും മുവല്ലി വേണമെന്നും സ്ഥാപിക്കാൻ ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് കഴിയുകയില്ല, കഴിഞ്ഞിട്ടുമില്ല. ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി തുഹ്ഫത്തുൽ മുഹ്താദിന്റെ 10ാമത്തെ വാല്യം 120ാമത്തെ പേജിൽ എന്ന് വ്യക്തമായി പറയുന്നു. ഒരു നാട് മറ്റൊരു നാടിനോട് പിൻപറ്റുന്ന സമ്പ്രദായമുണ്ടെങ്കിൽ കാളികണ്ഠം മഹല് തിരുവരങ്ങാടി മഹലിനോട് തൗലിയത്തിന്റെ വിഷയത്തിൽ തന്നെ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇമാം ഇബ്നു ഹജർ തന്റെ തുഹ്ഫയിൽ പറയുന്നു, ഇമാം റംലി തന്റെ നിഹായയിൽ പറയുന്നു, എല്ലാ പണ്ഡിതന്മാരും ഇത് രേഖപ്പെടുത്തി വെക്കുന്നു. ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഒന്നിനും മറുപടി പറയാതെ, നിങ്ങൾ ഒരൊറ്റ കിതാബിന്റെ പേര് പോലും പറയാതെ, നിങ്ങളുടെ സ്വന്തം വ്യാഖ്യാനമല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്. അവസാനമായപ്പോഴത്തേക്ക് ഇതാ ഇവർക്ക് ചോദ്യം ഒന്നുമില്ലാതെയായിരിക്കുന്നു. ഒരൊറ്റ ചോദ്യവും അവസാനത്തെ ചോദ്യത്തിൽ വന്നിട്ടില്ല. പിന്നെ തിരൂരങ്ങാടിക്കാർ കത്തയച്ചത് അത് ഹാബിറ്റ് ഇബാറത്തിന്റെ അടിസ്ഥാനത്തിലായി. ഏതോ ഹാബിറ്റ് ഇബാറത്ത്, ഇബാറത്തുൽ ഹാബി വായിക്കണം. ഹാബിയിൽ പറഞ്ഞത് എന്താണ്? നിയമിച്ച കാളിയെ നിയമിച്ചതിന് ശേഷം അത് പരസ്യപ്പെടുത്തണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇതാണ് ആ ഇബാറത്ത്. വഹുവ ഇസാഅത്തു തഖ്ലീദിൽ മുവല്ല ഫീ അഹ്ലി അമലുകാരിൽ മുവല്ലനെ നിയമിക്കപ്പെട്ടവന്റെ നിയമനത്തെ അത് പരസ്യപ്പെടുത്തണമെന്നാ പറഞ്ഞത്. അല്ലാതെ നിയമിക്കുവാൻ വേണ്ടി ക്ഷണിക്കാൻ വേണ്ടി കത്തെഴുതണമെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. അങ്ങനെ അവിടെ പറഞ്ഞ പിന്നെ അജൂബിൽ പറഞ്ഞത് എന്താണ്? പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഒരു ഭാഗത്തിന് അവസരം വളരെ മാന്യമായി ഉപയോഗപ്പെടുത്തിയതാണ്. മറുഭാഗം മറുപടി പറയുമ്പോൾ ആ ഭാഗം സംസാരിക്കുക എന്ന് പറഞ്ഞത് മാന്യതയല്ല. ഒരു കാരണവശാലും സംസാരിക്കാൻ പറ്റില്ല, അതൊരു മാന്യതയല്ല. അങ്ങനെയാണെങ്കിൽ പരാജയം സമ്മതിച്ച് കുഴപ്പമുണ്ടാക്കിയെന്ന് പ്രഖ്യാപിക്കേണ്ടി വരും. അത് പരാജയം സമ്മതിച്ച് കുഴപ്പമുണ്ടാക്കിയതാണ് എന്ന് പ്രഖ്യാപിച്ചിറങ്ങി പോകേണ്ടി വരും. ഇതൊരു മാന്യമായ സമീപനമല്ല. അതുകൊണ്ട് ഈ ഹയാത്തുൽ ഇസ്ലാം ഭാഗം വിഷയം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ മാന്യമായി പ്രതികരിച്ച സദസ്സിനോട് അതിനെ മറുപടി കേൾക്കാനുള്ള സാമാന്യ മര്യാദ കാണിക്കണം. അത് കാണിക്കാതെ വന്നാൽ ആ മറുപടി ഇവിടെ അലങ്കോലപ്പെടുത്തൽ ദുരുദ്ദേശപൂർവമാണ് എന്ന് വ്യാഖ്യാനിക്കേണ്ടി വരും. അതുകൊണ്ട് ശാന്തമായി കേട്ടിരിക്കുക. പറയാനുള്ളത്